മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ തിരുസന്നിധിയിൽ കൃപാസനത്തിലെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുവാൻ ഇയാൾ തരുന്ന നന്ദി പറയാൻ സാധിച്ചതിന് ഞങ്ങൾ കുടുംബത്തോടെ നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻ്റണി, എൻ്റെ വൈഫ് ഐറിൻ, എൻ്റെ മകൾ മറിയം. മാതാവ് തന്ന സാക്ഷ്യം ഞങ്ങൾ ഓരോന്ന് പറയുന്നതാണ്. ആദ്യമായി എൻ്റെ ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മയാണ്. 2018 മാതാവിൻ്റെ പ്രാർത്ഥനയാൽ അമ്മ പ്രാർത്ഥിച്ച ഫലമായി എനിക്ക് വിദേശത്ത് ജോലി കിട്ടി. ഇപ്പോൾ കറൻ്റ് ഞാൻ UK-ലാണ്. ആദ്യം ദുബായിലേക്ക് പോയതും ഉടമ്പടിയിലൂടെ എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു. കൃപാസന മാതാവിൻ്റെ ബസുനിയുടെ സഹായത്താലാണ് ഞങ്ങൾക്ക് വിദേശത്ത് പോകാനും അവിടെ വർക്ക് ചെയ്യാൻ സാധിച്ചത്. ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് 2021 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞ് 2 വർഷമായിട്ട് കുട്ടികളുണ്ടായില്ല. 2023 വൈഫ് കൺസീവായി 5 months വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സ്കാനിങ്ങും അനോമൽ സ്കാനും എല്ലാം നോർമലായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് 5 months ആയപ്പോൾ കുഞ്ഞിനെ അനക്കില്ലാതെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അത് മിസ്കാരേജ് ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. 2023 ജൂലൈയിൽ ഉടമ്പടി എടുത്തു. മാതാവിൻ്റെ കൃപാസനം, മാതാവിൻ്റെ പ്രാർത്ഥനയിലും ഉടമ്പടിയിലായി. ഉണ്ണീശോയുടെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ 2024 ഫെബ്രുവരിയിൽ വൈഫ് പിന്നെയും കൺസീവായി. ഞങ്ങളിപ്പോൾ UK-ലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് കാരണം എന്താണെന്ന് അറിയുന്നില്ലായിരുന്നു ലാസ്റ്റ് സ്റ്റിൽ ബർത്തിൻ്റെ. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ കൂടുതൽ കൺസേൺ ആയിട്ട് ആസ്പിരിൻ സ്റ്റാർട്ട് ചെയ്തു, ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു പ്രിക്കോഷൻസ് ആയിട്ട്. അതോടൊപ്പം അവൾക്ക് 4 months ആയപ്പോൾ അവൾക്ക് GDM ഡയഗ്നോസ് ചെയ്ത്, ജസ്റ്റേഷൻ ഡയബറ്റീസ്. അപ്പോൾ അതിനുള്ള മെഡിക്കേഷൻസ് എടുക്കേണ്ടതായിരുന്നു. ഞങ്ങൾ ആ കാലഘട്ടത്തിലേക്കും ഭയങ്കര ടെൻഷനിലായിരുന്നു. പക്ഷേ മാതാവിൻ്റെ ഉടമ്പയിലായതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പും കുടുംബ പ്രാർത്ഥനയുടെ ഇടയിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഇടയിലും വൈഫിൻ്റെ വയറ്റിൽ ഞങ്ങൾ മാതാവിൻ്റെ തൈലവും എല്ലാ ഭക്ഷണത്തിലും മാതാവിൻ്റെ തരി ഉപ്പ് ഇട്ട് ഞങ്ങൾ സ്ഥിരം പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവിൻ്റെ കൃപയാൽ 2024 ഒക്ടോബർ 6 ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ആ കുഞ്ഞിന് ഞങ്ങൾ മറിയം എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് അനുഗ്രഹം. ഇത്ര വലിയ അനുഗ്രഹം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ അനുഗ്രഹം, ഞങ്ങൾ ഈ ലാസ്റ്റ് വീക്ക് ഇവിടേക്ക് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു December 27 ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വാവയ്ക്ക് ഫ്ലൂ വന്ന് പോസിറ്റീവായി. ഇവിടേക്ക് 1-ാം തീയതിയാണ് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടത്. 27 അവൾക്ക് ഫ്ലൂ പോസിറ്റീവായി. ഞങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിറ്റായി. അവിടുത്തെ റൂൾ അനുസരിച്ച് പ്രത്യേകിച്ച് ഇപ്പോൾ ചിൽഡ്രൻസിനൊക്കെ അവർ ഭയങ്കര ടേക്ക് കെയർ ചെയ്യണം. കാരണം അവൾക്ക് ഹൈ ഗ്രേഡ് ഫീവർ ആയിരുന്നു. 39.9 40 ഡിഗ്രി ഫീവർ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ, ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യണം, ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ്, ആകെ വിഷമത്തിലായി. അപ്പോൾ അവൾ 4 days അവിടെ അഡ്മിറ്റഡ് ആയിരുന്നു. അപ്പോൾ അന്നേ 4 ദിവസം അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടമ്പടിയിലായിരിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ ദിവസവും മാതാവിൻ്റെ തൈലവും ഉപ്പിട്ട് ഞങ്ങൾ വാവയുടെ മേത്ത് എല്ലാം ദേഹത്തെല്ലാം പുരട്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. സെക്കൻഡ് ഡേ ഇപ്പോൾ ഫീവർ കുറയുന്നുണ്ടായില്ല. അപ്പോൾ ഡോക്ടേഴ്സ് ബ്ലഡ് കൾച്ചറിന് വിട്ടപ്പോൾ അതിൽ 14 hours ഒരു ചെറിയ ഗ്രോത്ത് കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെയും ടെൻഷനായി. അപ്പോൾ ആൻറ്റിബയോട്ടിക് അവർ ഏർലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടെങ്കിൽ അവർ ആൻറ്റിബയോട്ടിക്സ് കണ്ടിന്യൂ ഒരു 5 or 7 days എടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആഘോഷമായി, മീൻസ് ഞങ്ങൾക്ക് വരണം, ഇങ്ങോട്ട് ട്രാവൽ ചെയ്യണം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് കരം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നേർച്ച വസ്തുക്കളായിട്ട് മാതാവിൻ്റെ തൈലവും ഉപ്പും വാവയ്ക്ക് ഇട്ട് കൊടുക്കണ ഭക്ഷണത്തിൽ ഉപ്പിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും കൊടുത്തായിരുന്നു 4 നേരം. അതോടൊപ്പം നെറ്റിയിൽ തൈലം പൂശുമായിരുന്നു. അതിൻ്റെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തലേ ദിവസം ഡോക്ടർ വന്ന് പറഞ്ഞു കൾച്ചറിൽ അത് കണ്ടാമിനേറ്റഡ് ആയിരുന്നു, ഗ്രോത്ത് ഇല്ല. ആൻറ്റിബയോട്ടിക് അവർ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. ഡോക്ടർ ആദ്യം പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, റിസ്ക്കാണ്, കൊച്ചിനെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നത്. സെയിം ഡോക്ടർ തന്നെ വന്ന് തലേ ദിവസം പറഞ്ഞു ബ്ലഡ് കൾച്ചർ നോർമലാണ്, ഗ്രോത്ത് ഇല്ല, ജസ്റ്റ് അതൊരു കണ്ടാമിനേഷൻ മാത്രമായിരുന്നു. അങ്ങനെ ഡോക്ടർ ഞങ്ങളെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. തലേ ദിവസം ഒരു 8 o'clock 9 o'clock ഡിസ്ചാർജ് ചെയ്ത് പിറ്റേ ദിവസം ഞങ്ങൾ ട്രാവൽ ചെയ്ത് മാതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് എത്താൻ സാധിച്ചു. ഈ 2 സാക്ഷ്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ഞങ്ങൾ സ്ഥിരമായിട്ട് കുടുംബ പ്രാർത്ഥനയിലും പ്രത്യക്ഷീകരണത്തിലും ഞങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴും
കുഞ്ഞിൻ്റെ കാര്യത്തിലായാലും എന്ത് രോഗങ്ങൾ എന്തെങ്കിലും വന്നാലും ഞങ്ങളുടെ വിശ്വാസത്തിൽ വാവയായാലും നന്നായിട്ട് പ്രാർത്ഥന സമയത്തൊക്കെ നന്നായിട്ട് കൈയിട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം മാതാവിൻ്റെ ഉടമ്പടി തൈലം എപ്പോഴും കുഞ്ഞിൻ്റെ നെറ്റിയിൽ എപ്പോഴും പുരട്ടി ഞങ്ങൾ യാത്ര പോകുമ്പോഴും കിടങ്ങാനും ഉറങ്ങുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് കിടന്നുറങ്ങുന്നതിന് മുമ്പ് എപ്പോഴും ഞങ്ങൾ തൈലം പുരട്ടിയാണ് കിടന്നുറങ്ങുന്നത്. അതോടെ എന്തെങ്കിലും ഒരു രോഗങ്ങളോ കാര്യങ്ങൾ വരുമ്പോഴും ഞങ്ങൾ ഉപ്പിട്ട് ആ കുഞ്ഞിൻ്റെ ഭക്ഷണത്തിൽ ഞങ്ങളുടെ ഭക്ഷണത്തിലായാലും ഇട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തന വൈഫ് പറയും. പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ഇവിടുന്ന് കൃപാസനത്തിൽ പത്രം ഞങ്ങൾ UK കൊണ്ടുപോകാറുണ്ട്. ഇംഗ്ലീഷും മലയാളവും പത്രങ്ങൾ ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അവിടെ പള്ളികളിലും ഞങ്ങൾക്കറിയുന്ന കമ്മ്യൂണിറ്റികളിലും ഞങ്ങളത് കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ മാസവും ഞങ്ങളുടെ സാലറിയിൽ നിന്നൊരു ദശാംശം ഞങ്ങൾ പള്ളിയിലേക്കും ഞങ്ങളുടെ ഒരു ഹോസ്പിറ്റലുണ്ട് ഇവിടെ ഞങ്ങളുടെ ഇടവകയിൽ, അവിടെ ചാരിറ്റി ഹോസ്പിറ്റലുണ്ട്, അവിടെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ കുടുംബ പ്രാർത്ഥനകൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട്, കുമ്പസാരിക്കാറുണ്ട് ഞങ്ങൾ. പിന്നെ ഒഴിവ് ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. കൂടുതലായിട്ട് ആത്മീയമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രോഗികൾ കാണുമ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ UK സാഹചര്യം അനുസരിച്ച് പുറത്തു പോയി നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് ആക്ടിവിറ്റി ചെയ്യാം. വോളണ്ടിയർ സർവീസ് ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ജോലിയുടെ സംബന്ധമായിട്ട് ഞങ്ങൾ കാണുന്ന പേഷ്യൻസിലെല്ലാം മാതാവിൻ്റെ സംരക്ഷണത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. പേഷ്യൻസിനൊക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ പേഷ്യൻസിന് മാതാവിനെക്കുറിച്ചും ഞങ്ങളുടെ കൃപാസന മാതാവിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറയാറുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം. ഞങ്ങളുടെ വചനത്തിൻ്റെ അടിസ്ഥാനം ലൂക്ക 18:27 മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസം അത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. ആത്മീയപരമായി ഉടമ്പടി എടുത്തേ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അമ്മ ഉടമ്പടി എടുത്ത ആ ഒരു ആത്മീയതയിൽ ഞങ്ങൾ വളർന്നു വന്നേ പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലും വലിയൊരു ഉണർവാണ് കിട്ടിയിരിക്കുന്നത്. എന്ത് സാഹചര്യം വന്നാലും ഭയം കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കുവാനും എന്തൊരു സാഹചര്യത്തിലും മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് 2 ആഴ്ച കുമ്പസാരം എങ്ങാനും ലേറ്റായാൽ നമുക്ക് പെട്ടെന്ന് ടെൻഷനാവും. പെട്ടെന്ന് പോയി കുമ്പസാരിച്ച് ആത്മീയമായ പെട്ടെന്ന് ഉണർവ് കിട്ടാൻ ഞങ്ങൾക്ക് സാധിക്കാറുണ്ട്. ഇതുവരെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇനിയായാലും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും ഞങ്ങളിപ്പോൾ ഉടമ്പടി പുതുക്കി ഇനി അടുത്ത വർഷം 1 വർഷത്തേക്കും അടുത്ത വർഷം വെക്കേഷൻ വരെ ഉടമ്പടി ജീവിതത്തിലും ധ്യാനത്തിലും എല്ലാ ആഴ്ചയിലും ധ്യാനത്തിൽ കൂടുവാനും ആത്മീയമായും കുമ്പസാരത്തിലൂടെയും ആത്മീയ ജീവിതത്തിലും കൃപാസനം മാതാവിൻ്റെയും പരിശുദ്ധയുടെയും അനുഗ്രഹത്താൽ ജീവിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതുവരത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ കൃപാസമാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി. 1 സാമുവേൽ 1:26 ഹന്ന പറഞ്ഞു, ഗുരു, ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ. ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ആൻ്റണി നിഖിൽ എന്ന ഈ മകനും ജീവിത പങ്കാളിയും മറിയം എന്ന കുഞ്ഞിനെ കരങ്ങളിലേന്തി അമ്മ മാതാവ് എങ്ങനെ ഈ മകളെ ഈ കുടുംബത്തിന് നൽകിയെന്ന് അമ്മയുടെ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യത്തെ ഒരു കുഞ്ഞ് മിസ്കാരേജായി പോവുകയും അടുത്ത കുഞ്ഞിൻ്റെ ഗർഭകാലത്തിൽ ചെറിയ ക്ലേശങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും അമ്മയോട് ചോദിച്ച് ഉടമ്പടിയിൽ ജീവിച്ച് അമ്മയിൽ നിന്ന് സംരക്ഷണം തേടി ഉദരത്തിലുരുവായ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ആ കുടുംബത്തിന് ലഭിച്ചതിൻ്റെ സന്തോഷമാണ് അമ്മയുടെ തിരുനടയിൽ സമർപ്പിക്കുന്നത്. അതോടൊപ്പം നാട്ടിലേക്ക് പോരുവാൻ നിന്ന ദിവസങ്ങളിൽ കുഞ്ഞിന് വന്ന രോഗക്ലേശവും യാത്ര ചെയ്യുവാനാവില്ല എന്ന് ഡോക്ടർമാർ തീർത്തു പറഞ്ഞപ്പോഴും ഉടമ്പടി നേർച്ചവസ്തുക്കൾ കുഞ്ഞിന് സ്ഥിരമായി കൊടുക്കുകയും അത്ഭുതകരമായി യാത്രയുടെ തലേ ദിവസം കുഞ്ഞിൻ്റെ എല്ലാ രോഗാവസ്ഥകളും പൂർണ്ണമായി മാറി ഡിസ്ചാർജ് ചെയ്ത് യാത്ര ചെയ്യുവാനുള്ള അനുമതി ലഭിച്ചതിൻ്റെ സന്തോഷവും കുടുംബം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ജീവിതം വല്ലാതെ ഒന്ന് ഉലയുമ്പോൾ നമ്മളെ ഉറപ്പിച്ചു നിർത്തുവാൻ ഈ നാളുകളിൽ ലോകത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക പദ്ധതിയുടെ പേരാണ് മരിയൻ ഉടമ്പടി. അതുകൊണ്ട് അമ്മയുടെ ഉടമ്പടിയിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കുകയും ഏതൊരു ജീവിത ക്ലേശത്തെയും അമ്മയുടെ സംരക്ഷണയിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ എത്ര വലിയ ജീവിത വിഷയത്തിന്മേലും തിരുക്കുമാരൻ്റെ കരം പിടിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് അമ്മ വരികയും അമ്മയിലൂടെ നാം വലിയ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരായി മാറുകയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഒരു കുഞ്ഞിനെക്കുറിച്ച് ആകുലപ്പെട്ട നാളുകളിൽ
ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി അമ്മ മാതാവ് ഈ കുടുംബത്തെ സംരക്ഷിച്ചു സഹായിച്ചുവെന്ന് ഈ എൽത്താരയിൽ സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ദൈവത്തിലൊന്നും അസാധ്യമല്ല എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി ദൈവജനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് അമ്മ മാതാവ് ഈശോയും നൽകിയ ഈ വലിയ അനുഗ്രഹത്തിനും ആത്മീയ ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.